പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ മണി ഇൻ ദ ബാങ്ക് 2025 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. ഈ ഞായറാഴ്ച രാവിലെ 4:30 മുതൽ നമുക്ക് MITB 2025 ലൈവായി കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അല്ലാതെ നിങ്ങൾ ലൈവായി കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ആ വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കോ മറ്റ് അപ്ഡേറ്റുകളോ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നില്ല. ഗ്രൂപ്പുകളിലേക്ക് കൂടുതൽ മെമ്പേഴ്സ് വന്ന് അത് എനിക്ക് തന്നെ തലവേദനയായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തേതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ ബെക്കി ലഞ്ച് എന്ന സൂപ്പർ താരത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഈ മത്സരത്തിന് 2 സ്റ്റിപ്പുലേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ലൈറ വാൽക്കീരിയ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ലൈറ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ ആയിട്ടിരിക്കുന്ന കാലത്തോളം ബെക്കി ലഞ്ച് ഇനിയൊരു ചലഞ്ച് ഈ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി പ്രഖ്യാപിക്കില്ല എന്നുള്ളത് ബെക്കി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അഥവാ ബെക്കി വിജയിച്ച് പുതിയ ചാമ്പ്യൻ ആകുകയാണെങ്കിൽ ബെക്കിയുടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇവൻറ്റിൽ വെച്ച് ബെക്കി സൂപ്പർ റെസ്ലറാണ് എന്നുള്ളത് ലൈറ സമ്മതിക്കണം. അതായത് തന്നേക്കാൾ വലിയൊരു റെസ്ലറാണ് ബെക്കി എന്നുള്ളത് ലൈറ സമ്മതിച്ചു കൊടുക്കണം. ഇങ്ങനെയൊരു സ്റ്റിപ്പുലേഷനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മത്സരത്തിൽ ലൈറ വാൽക്കീരിയ തന്നെയായിരിക്കും ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഈ മത്സരത്തിൽ ഒരു സർപ്രൈസ് നടക്കും. ഒരു താരത്തിൻ്റെ തിരിച്ചുവരവ്. അത് മറ്റാരുമല്ല, സൂപ്പർ താരമായ ബെയ്ലിയുടെ തിരിച്ചുവരവാണ്. ബെക്കി ലഞ്ചിൻ്റെ റിട്ടേണിന് കാരണം എന്ന് പറയുന്നത് ബെയ്ലിക്ക് പറ്റിയ ഒരു ഇഞ്ചുറിയാണ്. റെസ്ൽമേനിയ 41 മത്സരത്തിന് മുൻപ് ബെയ്ലിക്ക് ബാക്ക് സ്റ്റേജിൽ ഒരു ആക്രമണം നേരിട്ടതും അതിനുശേഷമാണ് ബെക്കി തിരികെ വരുന്നത്. അപ്പോൾ ബെയ്ലി എന്ന് പറയുന്ന റെസ്ലറിനെ ആക്രമിച്ചത് ബെക്കിയാണെന്ന് ബെക്കിയുടെ മുൻപുള്ള പ്രൊമോസിൽ ബെക്കി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ബെക്കിയുടെ ഈ ഒരു അറ്റാക്ക്, അതിനുള്ള ഒരു തിരിച്ചടി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെയ്ലി തിരികെ വരുന്നു. ഈ അവസരത്തിൽ ലൈറ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതും ഇനി വരുന്ന വീക്കിലി എപ്പിസോഡിലൂടെ ബെക്കി വേഴ്സസ് ബെയ്ലി സ്റ്റോറി അവർ കൊണ്ടുപോകുന്നതുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ലൈറ വാൽക്കീരിയ പുതിയ എതിരാളികൾക്ക് എതിരെ പോകും. അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ മത്സരം മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതലുള്ള മത്സരമാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസിനെയും ലോഗൻ പോളും ടീം ആയിക്കൊണ്ട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ, ഫോർമർ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം. ഈ മത്സരത്തിൻ്റെ പ്രഡിക്ഷൻ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ കോഡി റോഡ്സിൻ്റെയും ജെ ഊസോയുടെയും ടീം വിജയിക്കും. കാരണം കോഡി റോഡ്സ്, ജെ ഊസോ തുടങ്ങിയവർ മുൻപ് ടാഗ് ടീം ചാമ്പ്യന്മാരായിരുന്നു. അവർക്കിടയിൽ വലിയൊരു കെമിസ്ട്രി ഉണ്ട്. എന്നാൽ ജോൺസിന, ലോഗൻ പോൾ തുടങ്ങിയവർക്കിടയിൽ ചില മിസ്കമ്മ്യൂണിക്കേഷൻ ഉള്ളതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ജോൺസിനയുടെ പരാജയപ്പെടുന്ന രീതിയിലേക്കുള്ള സ്റ്റോറിയിലേക്കും നയിച്ചേക്കാം. അത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മത്സരത്തിൻ്റെ റിസൾട്ടിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റ് ജോൺസിനെ പരാജയപ്പെടുത്തി, പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി കോഡിയുടെ ടീം വിജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കോഡി റോഡ്സ് ആയിരിക്കും പിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഡി റോഡ്സിന് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ചോദിച്ചു വാങ്ങാനുള്ള ഒരു പോയിന്റും ഇവിടെ കിട്ടും. എന്തായാലും ജോൺസിനെ പിൻ ചെയ്തിട്ടായിരിക്കും മത്സരം അവസാനിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇനി അഥവാ ജോൺസിനയുടെ ടീം വിജയിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യത കുറവാണെന്ന് മാത്രമേ പങ്കുവെക്കാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു സംശയമുള്ളത് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിച്ചു വരുന്ന റെസ്ലർ ജെ ഊസോയ്ക്കെതിരെയോ ജോൺസണെതിരെയോ ക്യാഷ് ഇൻ ചെയ്യാനുള്ള ശ്രമം ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ഈ ഒരു മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. കാരണം ജോൺസിന, ജെ ഊസോ തുടങ്ങിയവർക്ക് കൃത്യമായിട്ടുള്ള ഒരു എതിരാളികൾ ആരാണെന്നുള്ളത് അവർ ഇപ്പോളെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് കൊണ്ടുവന്ന് ക്യാഷ് ഇൻ ചെയ്യാനുള്ള ഒരു നിലവിലൊരു സിറ്റുവേഷൻ അതിന് അനുയോജ്യമായിട്ടുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ മത്സരം വുമൻസിൻ്റെ മണി ഇൻ ദ ബാങ്ക് ലാഡർ മത്സരമാണ്. ഇതിലെ ഓരോ റെസ്ലേഴ്സിൻ്റെയും നിലവിലെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂലിയ, റോക്സിനി പെരസ് തുടങ്ങിയ പുതുമുഖ താരങ്ങൾ ഇപ്പോൾ ഈ ലാഡർ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. ഈ 2 പുതുമുഖ താരങ്ങളുടെ കഴിവ് ആരാധകർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് ഇവരെ ക്വാളിഫിക്കേഷൻ കൊടുത്ത് മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. അതിലുപരി വിജയസാധ്യത തീരെ കുറവുള്ള റെസ്ലേഴ്സാണ് ഇവർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇരുവർക്കും ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ട്. റോക്സിനി പെരസിനൊക്കെ 23 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. റോക്സിനി പെരസിനെ ഭാവിയിലെ താരമെന്ന നിലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണി ഇൻ ദ
ബാങ്ക് മാച്ചിലേക്ക് ഇട്ട് ആ താരത്തിന് വലിയൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. ജൂലിയ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് റെസ്ലറാണ്. വലിയൊരു കരിയർ എന്ന താരത്തിന് ഉണ്ട്. പക്ഷേ WWE ആരാധകർക്ക് മുൻപിൽ ആ താരത്തെ ഒന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു മത്സരമായിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു മണി ഇൻ ദ ബാങ്കിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വിജയസാധ്യത കുറവുള്ള റെസ്ലേഴ്സാണ്. ഇനി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മൂന്നാമത്തെ റെസ്ലർ അലക്സിയ ബ്ലിസ് ആണ്. അലക്സിയ ബ്ലിസിനും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അലക്സിയ ബ്ലിസ് ഡയറക്റ്റ് ടിഫനി സ്ട്രാറ്റിനെതിരെ ക്യാഷ് ഇൻ ചെയ്യാനുള്ള ഒരു പ്രൊമോയൊക്കെ നടത്തിയിട്ടുണ്ട്. അവർക്ക് തമ്മിലുള്ള ചെറിയൊരു സ്റ്റോറി വരുന്നതിൻ്റെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് അലക്സിയ ബ്ലിസും ഷാർലറ്റും തമ്മിലുള്ളൊരു സ്റ്റോറി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിഗ് സ്റ്റോറിക്ക് ശേഷമായിരിക്കും അലക്സിയ ബ്ലിസ് ടൈറ്റിലിന് പിറകെ പോകുക. അപ്പോൾ ഷാർലറ്റിനെതിരെയുള്ള അലക്സിയ ബ്ലിസിൻ്റെ സ്റ്റോറി ആരംഭിക്കുന്നത് കാണിച്ചത് കൊണ്ട് തന്നെ അലക്സിയ ബ്ലിസ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നീട് ഇപ്പോൾ കൺഫേം ചെയ്യപ്പെട്ടിട്ടുള്ള 2 പേര്, അതൊന്ന് റിയ റിപ്ലിയും മറ്റൊന്ന് നയോമിയുമാണ്. അപ്പോൾ റിയ റിപ്ലിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയ റിപ്ലിക്ക് വിജയ സാധ്യതയുണ്ട്. പക്ഷേ റിയ റിപ്ലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ് പോയിട്ട് ഒരു ചാമ്പ്യനെ ചലഞ്ച് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആരെയും പേടിക്കാത്ത, ആരെയും കൂസലില്ലാത്ത പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ റിയ റിപ്ലിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിച്ച് അവസരം മുതലെടുത്തുകൊണ്ട് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻ ആകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന റെസ്ലേഴ്സിന് അത്തരത്തിലുള്ളൊരു മുഹൂർത്തം അങ്ങനെ ഒരിക്കലും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ റിയ റിപ്ലി വിജയിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് വരുന്ന ഒരു പേര് നയോമിയുടെ ഒരു പേരാണ്. ആ നയോമിയുടെ പേരാണ് കൃത്യമായിട്ട് നമുക്കൊരു വിജയസാധ്യത ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നയോമി വില്ലത്തി ആയതിനു ശേഷം നയോമിയുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവസരങ്ങൾ എപ്പോൾ കിട്ടുന്നോ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. താരത്തിൻ്റെ ഒരു ഡിസ്ട്രാക്ഷനും ഇൻ്റർഫിയറൻസും ഒക്കെ അത്തരത്തിലാണ്. അപ്പോൾ നയോമിക്ക് ഈ ഒരു ബ്രീഫ് കേസ് വിജയിച്ചാൽ നയോമിയുടെ നിലവിലെ ക്യാരക്ടർ അനുസരിച്ച് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ക്യാഷ് ശ്രമം നടത്താൻ സാധിക്കും. അത് എപ്പോഴാണ് എന്നുള്ളതൊക്കെ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മണി ഇൻ ദ ബാങ്കിലെ വുമൻസ് ലെയർ മത്സരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് നയോമിക്കാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരാഴ്ച മുൻപാണ്. അപ്പോൾ ഇനിയൊരു സ്പോട്ട് ബാക്കിയുണ്ട്. അത് മിക്കവാറും സ്റ്റെഫിനി വെക്കർ എന്ന് പറയുന്ന റെസ്ലർ ആയിരിക്കും കയറി വരിക. ഇനി വരുന്ന ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിലാണ് ആ ഒരു ക്വാളിഫൈയിങ് മത്സരം നടക്കുന്നത്. സ്റ്റെഫിനി വെക്കർ വേഴ്സസ് ലിവ് മോർഗൻ വേഴ്സസ് ഐവി നൈൽ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈയിങ് മത്സരമാണ്. അതിൽ വിജയസാധ്യത കൂടുതലുള്ളത് സ്റ്റെഫിനി വെക്കറാണ്. സ്റ്റെഫിനി വെക്കറും ഒരു പുതുമുഖ താരമായതുകൊണ്ട് തന്നെ ജൂലിയ, റോക്സിനി പെരസ് തുടങ്ങിയവരുടെ കാര്യം പറഞ്ഞതുപോലെ സ്റ്റെഫിനി വെക്കറിനും ഇത് ആരാധകർക്ക് മുന്നിൽ താരത്തിൻ്റെ ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു മത്സരമായിട്ട് മാത്രമേ അവർ കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൂ. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ മത്സരം എന്ന് പറയുന്നത് മെൻസ് ലാഡർ മത്സരമാണ്. അനവധി സ്റ്റോറി ലൈനുകൾക്ക് സാധ്യതയുള്ള ഒരു മത്സരമാണ്. ഈ മത്സരത്തിലെ വിജയസാധ്യതകളുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആൻഡ്രാഡെ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് പറയാം. ആൻഡ്രാഡെ ഈ മണി ഇൻ ദ ബാങ്കുകളിൽ മുൻപേ പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ്രാഡെ ഭാഗത്തു നിന്നുള്ള കിടിലൻ മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റ്സ് കാഴ്ചവെക്കാൻ വേണ്ടി മാത്രമാണ് ആൻഡ്രാഡയെ മത്സരത്തിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. വിജയസാധ്യത വളരെ കുറവാണ്. ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് പെൻഡ എന്ന് പറയുന്ന പുതുമുഖ റെസ്ലറിനും ഉള്ളത്. പെൻഡ റോയൽ കിടിലമായിട്ട് സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ പെൻഡയുടെ ക്യാരക്ടർ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കാൻ പോകുന്ന തരത്തിലേക്ക് അവർ ബിൽഡ് ചെയ്തിട്ടില്ല. മെയിൻ ഇവൻ്റ് തലത്തിലേക്ക് പെൻഡയെ ബിൽഡ് ചെയ്തിട്ടില്ല. ഒരു അപ്പർ മിഡ് കാർഡ് എന്ന നിലയിൽ മാത്രമാണ് നിലവിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഡ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കാൻ സാധ്യത കുറവാണ്. ആൻഡ്രാഡെ, പെൻഡ തുടങ്ങിയവരുടെ ഭാഗത്ത് നിന്ന് കിടിലൻ, ഓ മൈ ഗോഡ് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സ് നമുക്ക് മണി ഇൻ ദ ബാങ്ക് മത്സരത്തിൽ പ്രതീക്ഷിക്കാം. അത് കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പിന്നീട് വരുന്ന ഒരു ലിസ്റ്റിലെ പേരുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെത്ത് റോളിൻസ് ക്വാളിഫൈ നേടിയിട്ടുണ്ട്. സെത്ത് റോളിൻസിൻ്റെ നിലവിലെ സ്റ്റോറി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെത്ത് റോളിൻസിൻ്റെ എതിരാളിയായ CM പങ്കിനും ഒരു ക്വാളിഫൈയിങ് മത്സരം ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലുണ്ട്. CM പങ്ക് വേഴ്സസ് AJ സ്റ്റൈൽസ് വേഴ്സസ് എൽ ഗ്രാൻഡ് അമേരിക്കാനോ തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് ക്വാളിഫൈ മത്സരം. അതിൽ CM പങ്കും കൂടി വിജയിച്ചു വന്നാൽ CM പങ്കും സെത്തും തമ്മിലുള്ള സ്റ്റോറി ആയിരിക്കും അവർ ഈ മണി ഇൻ ദ ബാങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഇരുവരും തമ്മിലുള്ള ഒരു ഫൈറ്റ്, സെത്ത് റോളിൻസ് വിജയിക്കാൻ പോകുന്ന ഒരു മൊമെൻറ്റിൽ CM പങ്ക് ലാറ്ററിൽ നിന്ന് തള്ളിയിട്ടുകൊണ്ട് CM പങ്ക് ലാറ്ററിൽ കയറുന്നു. അവിടെ ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും വന്ന് CM പങ്കിനെ ആക്രമിക്കുന്നു. ആദ്യം സാമി സഹായിക്കാൻ വേണ്ടി വരുന്നു. സാമിയെയും ഇവർ ആക്രമിക്കുന്നു. അവസാനം നമുക്ക് റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ വരെ പ്രതീക്ഷിക്കാം. റോമൻ റെയിൻസ് വന്നിട്ട് ബ്രോൺ ബ്രേക്കറിനെയും അതുപോലെ തന്നെ ഈ ബ്രോൺസൺ റീഡിനെയും ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചേക്കാം. ഈ റോമൻ റെയിൻസിനെ സെത്ത് തിരികെ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് CM പങ്ക് തിരിച്ചടിക്കുന്നതും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കാണിക്കാം. അപ്പോൾ
ഈ രണ്ട് പേരും ഫൈറ്റ് ചെയ്ത് ബാക്കിലേക്ക് പോകുമ്പോൾ മറ്റൊരു താരം വിജയിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. എന്തായാലും സെത്തിനും CM പങ്കിനും നിലവിൽ ഒരു വലിയ സ്റ്റോറി റോമൻ റെയിൻസിൻ്റെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കും മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസിലെ വിജയ സാധ്യത വളരെ കുറവാണ്. ഇനി ഈ ഒരു ലിസ്റ്റിൽ അവശേഷിക്കുന്ന രണ്ട് പേരുകളിൽ ഒന്ന് LA നൈറ്റും രണ്ടാമത്തേത് സോളോ സിക്കോവയുമാണ്. രണ്ടു പേർക്കും വിജയ സാധ്യതയുണ്ട്. LA നൈറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ടീമിനെതിരെയാണ് സ്റ്റോറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയൊന്നും LA നൈറ്റ് നിലവിൽ ചെയ്യുന്നില്ല. ഇനി അഥവാ സോളോ സിക്കോവയുടെ കേസ് നോക്കുകയാണെങ്കിൽ സോളോ ബ്ലഡ് ലൈൻ്റെ ഉള്ളിലെ ഒരു സ്റ്റോറിയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജേക്കബ് ഫാറ്റു എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെതിരെയുള്ള സ്റ്റോറിയാണ് സോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചാമ്പ്യനെതിരെയുള്ള സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സും കൂടി സോളോയുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ LA നൈറ്റിനായിരിക്കും വിജയ സാധ്യത കൂടുതലുള്ളത്. ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ച് നടക്കാൻ പോകുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ LA നൈറ്റ് വിജയിച്ചാൽ LA to LA എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ LA നൈറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ വലിയൊരു ഓഡ്സ്, അതായത് ബെറ്റിങ്ങിൽ തന്നെ വലിയൊരു ഹൈപ്പ് ലെവലിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുൻപുള്ള മണി ഇൻ ദ ബാങ്കിലൊക്കെ LA നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ LA നൈറ്റിന് ഇപ്രാവശ്യം മണി ഇൻ ദ ബാങ്ക് വിജയിച്ച് ആ ഒരു ബ്രീഫ് കേഴ്സുമായിട്ട് ക്യാഷ് നടത്താനുള്ള ശ്രമങ്ങൾ ചെയ്യാൻ സാധിക്കും. ജോൺസണെതിരെയുള്ള ഒരു സ്റ്റോറി LA നൈറ്റിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ LA നൈറ്റിന് ഒരു വിജയ സാധ്യതയുണ്ട്. അതേസമയത്ത് സോളോ സിക്കോവയ്ക്കും വിജയ സാധ്യതയുണ്ട്. ഞാൻ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് LA നൈറ്റ് വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു മത്സരം കൂടി മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 5 മത്സരങ്ങളാണ് ട്രിപ്പിൾ എച്ചിൻ്റെ നോർമൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ 5ാമത്തെ മത്സരം ഏതാണെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും കിട്ടിയിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ദിവസങ്ങളിൽ നമുക്കത് കൺഫേം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു വാർത്തയും ലഭിച്ചേക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.